ഒരു താടിക്കാരൻ കൊച്ചു പയ്യൻ അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഒരു 10-ൽ-1 അംശം ഞാൻ സിമ്പിളായി കഴിഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും സിംപ്ലസ്റ്റ് മാൻ. പ്രൗഡായിട്ട് എനിക്ക് പറയാം, കൊച്ചിയിലെ ആദ്യത്തെ മേയറിൻ്റെ ബ്രദറുടെ മകനാണ് ഞാൻ. എല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ എൻ്റെ വലിയച്ഛനാണ് നോക്കുന്നത്. ഇതില് പറയുന്നത് ഒരു പ്രധാന തീം മതമാണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു തീമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു റിലീജിയസ് ഫിലിം ഇറക്കിയ പ്രേക്ഷകർക്ക് അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്? ശരി, പാലാട്ടുന്ന പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവന് സ്നേഹമാണ്, അവൻ അങ്ങനെ പറയുന്നു, അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു വരുത്തി, അവൻ അങ്ങനെ ചെയ്തു എന്നെല്ലാം പറയുന്നവൻ ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ ഇവൻ എന്നെ ചതിക്കാൻ നോക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരു തെറ്റല്ലേ വെച്ച് പറയണേ. ഇപ്പോൾ മാവേലി ഏത് ജാതിയായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു യൂട്യൂബ് വ്ലോഗർ ഒരു ക്ഷേത്രക്കുളത്തിൽ എനിക്കറിയാം, സംഭവം മനസ്സിലായി. പക്ഷെ ആ കുളത്തിലാണോ റീൽസ് എടുക്കേണ്ടത്? വേറെ എത്ര കുളമുണ്ട്. അപ്പൊ ഞാൻ എന്തോ വലുതായിട്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്നത്. പക്ഷെ ഒരു മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നത് ശരിയാണ്? അതാ ഞാൻ ചോദിക്കുന്നത്. നാളെ ഞാൻ പള്ളി കയറി ഗണപതി ഹോമം ചെയ്യട്ടെ, ഈ പറയുന്ന നീ എടുത്തില്ലേ ചോദിക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പരിഷ്കാരമല്ല, മണ്ടത്തരമാണ്. അപ്പൂപ്പാന്ന് വിളിക്കും. കിഴവ. എൻ്റെ വയസ്സ് 49 തന്നെ ഇപ്പോഴും. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചീത്ത കിളവൻ, എന്തിൻ്റെ അസുഖമാണ്, ഇതാണ്. എൻ്റെ മോളെ കുറിച്ചും എന്നെ കുറിച്ചൊക്കെ ചീത്തയായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ ഒന്ന്, കുഞ്ഞുമോള് കാണാൻ കൊള്ളാം, കിട്ടാത്തവർക്ക് കിട്ടാത്ത മുന്തിരി പൊളിക്കും. എനിക്ക് ആ പരസ്യങ്ങളിൽ കേട്ട ശബ്ദം. Malabar Golden Diamonds, celebrate the beauty of life. You are listening to Club FM 94.3. Turn correctly fun. Turn correctly fun. നമസ്കാരം, സീരിയൽ ടുഡേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ശബ്ദ ഗാംഭീര്യം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചോദിച്ചാലും സ്പോട്ടില് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ഒരു താടിക്കാരൻ കൊച്ചു പയ്യൻ അല്ലേ? വെൽക്കം ക്രിസ് വേണുഗോപാൽ. താങ്ക് യു. നമ്മൾ രണ്ടാമത്തെ വട്ടാണ് കാണുന്നത്. എങ്ങനെയുണ്ട്? സുഖമായിട്ടുണ്ട്, സുഖമായിരിക്കുന്നു. ഇതിനേക്കാളും ജീവിതം ഗംഭീരാവാനൊന്നുമില്ല. ഓണക്കാലം, ഓണത്തിനോടൊപ്പം തന്നെ ഈ മാസം 2 സിനിമയുടെ റിലീസ്, അതിനോടൊപ്പം ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ ഓണം, കുഞ്ഞുമോളുടെ ബർത്ത്ഡേ, എല്ലാ രീതിയിലും ഹാപ്പി. ലൈഫ് ഫുൾ സെലിബ്രേഷൻ ആണ് എല്ലാ ദിവസവും. ചേട്ടനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നല്ലൊരു പോസിറ്റീവ്. ഭയങ്കരമില്ല, അന്നും ഞാൻ പറഞ്ഞു ഭയങ്കരമില്ല, ഭയങ്കര നല്ലൊരു പോസിറ്റീവ്. എങ്ങനെയാണ് ഇങ്ങനെ ഫിലോസഫിക്കൽ തോട്ട്സ് വരുന്നത്? ഫിലോസഫിക്കൽ തോട്ട്സ് ഒന്നുമില്ലല്ലോ, ജസ്റ്റ് ഫാക്ട്സ് ഓഫ് ലൈഫ്. ജീവിതം ഇത്രയേ ഉള്ളൂ, നമുക്ക് നാളെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇന്ന് ഹാപ്പി ആവുക. എങ്ങനെ ഇങ്ങനെ സിമ്പിളായി ആലോചിക്കാൻ പറ്റുന്നു, ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നു? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഒരു 10-ൽ-1 അംശം ഞാൻ സിമ്പിളായി കഴിഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും സിംപ്ലസ്റ്റ് മാൻ. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ ജീവിക്കുന്നത് കണ്ടു വളർന്നവനാണ്. വലിയൊരു ഫാമിലി. ആ വലിയ ഫാമിലി എന്ന് പറയാൻ കാരണം, പൊതുവേ എനിക്ക് പ്രൗഡായിട്ട് എനിക്ക് പറയാം, കൊച്ചിയിലെ ആദ്യത്തെ മേയറിൻ്റെ ബ്രദറുടെ മകനാണ് ഞാൻ. അല്ലെങ്കിൽ കൊച്ചിയിലെ എല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ എൻ്റെ വലിയച്ഛനാണ് നോക്കുന്നത്. എൻ്റെ കസിൻസ് എല്ലാം ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്. ഇത് എല്ലാം പറയാം. പക്ഷെ ഇതൊന്നും അല്ലാതെ എൻ്റെ അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞ് റെയററ്റ്സിൽ വർക്ക് ചെയ്ത് നോർമൽ ഒരു എംപ്ലോയി ആയി എല്ലാ ദിവസവും ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലം വരെ ട്രെയിനിൽ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ശനിയാഴ്ച ആകുമ്പം അവിടുത്തെ കൊല്ലത്തെ ഒരു സുപ്രീം ബേക്കേഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് പഫ്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു സാധാരണ ഒരു അച്ഛൻ. കിട്ടുന്ന യൂണിഫോമിൻ്റെ തുണി നീ തെച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുന്ന അച്ഛൻ. ഷൂസ് കിട്ടിയാൽ അച്ഛൻ്റെ ഷൂസ് ഒരു വർഷമുള്ള ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചല്ലോ, ഇപ്രാവശ്യം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ സെക്യൂരിറ്റി ഷൂസ്, എൻ്റെ കാലിലെ സൈസ് വലുതാണ്, അങ്ങനെ വലിയ സൈസ് ഷൂസ് എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ടിരുന്ന അച്ഛൻ. എന്തൊക്കെ വന്നാലും മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു അമ്മക്കോഴിയെ പോലെ ഇങ്ങനെ ഞങ്ങളെ ചിറകിൻ്റെ താഴെ അത്രയും സേഫായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നേഹിച്ച അമ്മ. 4-ാമത്തെ വയസ്സിൽ എന്താ പറയുക, കൊച്ചുമകനെ നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ്, കുക്കിങ്ങിൻ്റെ രഹസ്യങ്ങൾ അത് തന്ന അമ്മൂമ്മ, കഥകൾ പറഞ്ഞു തന്ന അപ്പൂപ്പൻ. എവിടെ കിട്ടും? ഐ എം ബ്ലെസ്ഡ്. ശരിക്കും നമ്മൾ 3-ാം നമ്പരം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഒരു പ്രധാന തീം മതമാണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു തീമാണ്. അല്ല, ക്രിസ്ത്യാനിറ്റി ബേസ് ആയിട്ടുള്ള ഒരു തീം ആയിക്കോട്ടെ.
അല്ല, ഞാൻ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു റിലീജിയസ് ഫിലിം ഇറക്കിയ പ്രേക്ഷകർക്ക് അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ശരി. ഡു യു ലൈക്ക് കൊക്കോ? വൈറ്റ് ചോക്ലേറ്റ് ഓർ ഡാർക്ക് ചോക്ലേറ്റ്? ഡാർക്ക് ചോക്ലേറ്റ്. Dark chocolate 70, 60, 80, 10, 75? 90%. Okay. Windsor or any specific brand like Cadbury's, Windsor? അങ്ങനെയില്ല, എനി ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഈ കൊക്കോനെ ഇത്രയും ടൈപ്പായിട്ട് പറയുന്നത് പോലെ മാതൃത്വം എന്നൊരു സാധനം നമ്മൾ പല രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സംഗതി അതേ ചോക്ലേറ്റ് തന്നെയാണ്. ഇത് 3-ാം നൊമ്പരം എന്ന് പറഞ്ഞ സിനിമ മദമേരിയുടെ ലൈഫിൽ വരുന്ന 7 നൊമ്പരങ്ങളിൽ 3-ാമത്തെ നൊമ്പരം. 12-ാം വയസ്സിൽ സ്വന്തം മകനെ കാണാനില്ല, അതും ദിവ്യഗർഭം ധരിച്ച് കിട്ടിയ ആ അനുഗ്രഹമായിട്ട് കിട്ടിയ ആ മകനെ കാണാനില്ല എന്നുള്ളപ്പോൾ ഒരു അമ്മയുടെ മനസ്സിനകത്തുള്ള നൊമ്പരം എന്താണെന്നുള്ളതാണ്. അതാണ് 3-ാം നൊമ്പരം. 3-ാം നൊമ്പരം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ആദ്യത്തെയും 2-ാമത്തെയും നൊമ്പരങ്ങൾ എന്താണെന്ന് അറിയാൻ അറ്റ്ലീസ്റ്റ് ഒരു താല്പര്യപ്പെടുകയെങ്കിലും ചെയ്യില്ലേ? അതിലൂടെ അവർ ബൈബിൾ അറിയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവരുടെ ലൈഫിൽ നന്മ ഉണ്ടാവില്ലേ? ചേട്ടൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? എന്താണ് അക്കോർഡിംഗ് ടു യു എന്താണ് ഈ റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത്? മതം എന്ന് വെച്ചാൽ ചിന്ത, റൈറ്റ്? 2 പേരുടെ മതം ഒരേപോലെ ആവുമ്പോൾ സമ്മതം എന്നാണ് മലയാളത്തിൽ വാക്ക്. മതം എന്ന് പറഞ്ഞാൽ ചിന്ത, സമ്മതം എന്ന് പറഞ്ഞാൽ സമമായ മതം. 2 പേര് ഒരേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് സമ്മതം, എഗ്രിമെന്റ് അല്ലേ? വിമതൻ എന്ന് പറഞ്ഞാൽ ഒരു തോട്ടിന് എഗൻസ്റ്റ് ആയിട്ട് പോകുന്നവൻ വിമതൻ. അപ്പോൾ അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും മതം എന്ന് വെച്ചാൽ ചിന്തയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ചിന്തിക്കാൻ മനുഷ്യന് കഴിവുണ്ട്, മൃഗങ്ങൾക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ഈ ചിന്തിക്കുന്ന മനുഷ്യൻ തന്നെ ബാലാട്ടുന്ന പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവന് സ്നേഹമാണ്, അവൻ അങ്ങനെ പറയുന്നു, അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു വരുത്തി, അവൻ അങ്ങനെ ചെയ്തു എന്നെല്ലാം പറയുന്നവൻ ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ ഇവൻ എന്നെ ചതിക്കാൻ നോക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരു തെറ്റല്ലേ പറയണേ? അവിടെ നന്മ വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നന്മകൾ പറയുന്ന പുസ്തകങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. അത് ബൈബിളാവാം, ഖുറാനാവാം, ഭഗവത്ഗീതയാവാം, അല്ലെങ്കിൽ ഭാഗവതാവാം, എന്തും ആവാം. അതിനെ ശരിയായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നന്നാവും എന്നുള്ളത് തീർച്ചയാണ്. ഒരു റിലീജിയസ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണോ? ആര്? ചേട്ടൻ. ഞാൻ സ്പിരിച്വൽ ആണ്. ബൈ ബർത്ത് ഞാൻ ബോൺ ഇൻ ടു എ ബ്രാഹ്മിൻ ഫാമിലി. മതം, വേദം, അറിവ്, ശ്ലോകം, മന്ത്രം എന്നൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നോമ്പെടുക്കുന്നവരെ കണ്ട് അവരുടെ കൂടെ നോമ്പെടുത്തിട്ടുണ്ട്. 17 കൊല്ലം നോമ്പെടുത്തിട്ടുണ്ട്. എല്ലാ നോമ്പ് പിടിച്ചിട്ടുണ്ട്. ഫർല നോമ്പ് പിടിച്ചിട്ടുണ്ട്. ഖുറാൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ഹദീസ് എന്താണെന്ന് പറയാൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ബൈബിളിൽ എന്താണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, അതിൽ നന്മ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ട് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഇൻ പർസ്യൂട്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതി തുടങ്ങിയത്. പിന്നെ ആ പ്രായത്തിൽ എഴുതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിട്ടു. അതിനുശേഷം ആദ്യമായിട്ട് എഴുതുന്ന ബുക്കും ലൈഫ് സ്പിരിച്വാലിറ്റി ആൻഡ് മോർ, ആത്മവിചാരം എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി. എവിടെയോ ഈ തോട്ട്സ് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. എല്ലാം പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം നമുക്ക് ഒരു ഇക്വാലിറ്റി. ഇപ്പം ഈ ഓണക്കാലത്ത് പറയാവുന്ന ഇപ്പോൾ മാവേലി ഏത് ജാതിയായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലേ? അങ്ങനെ ഒരു ജാതി അല്ലത്. അവിടെ മലയാളികൾക്ക് എല്ലാവർക്കും അവരുടെ ചക്രവർത്തിയെ സ്വീകരിക്കാൻ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നർമ്മദാ തീരത്തിൽ പൂജ നടന്ന അവിടെയുള്ള ഏതോ ഒരു ചക്രവർത്തിയാണ് നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത്. അത്രത്തോളം അക്സെപ്റ്റൻസ് ഉള്ള നമുക്ക് സ്വന്തം അടുത്ത വീട്ടിലുള്ള ഒരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് വിഷമമാണ്. കൂടെ ഉള്ളവരെ കുറ്റം പറഞ്ഞ് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഗോസിപ്പ് പറഞ്ഞ് എന്തിനാണ്? ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മതമായി റിലേറ്റ് ചെയ്തിട്ട് റീസെന്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു എന്നറിയില്ല. ഒരു യൂട്യൂബ് വ്ലോഗർ ഒരു ക്ഷേത്രക്കുളത്തിൽ നിന്ന് റീൽസ് ചെയ്യുന്നു. അതെ, ആ ഒരു ഇൻസിഡന്റിനെ എങ്ങനെയാണ് ചേട്ടാ നോക്കി കാണുന്നത്? അതും ഇത്രയും നമ്മൾ പരിഷ്കൃതമായ ഒരു സമൂഹമാണെന്ന് പറയുന്നു, നമുക്ക് ഈ ഒരു മാറ്റി നിർത്തലല്ലേ? ഒരു കാര്യം നല്ലതാണോ അത്? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഏതൊരു വ്യക്തിക്കാണ് അത് ഇഷ്ടപ്പെടുക? ഇപ്പം ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇഫ് ഐ ടേക്ക് എൻ്റെ ബ്രാഹ്മിൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗണപതി ഹോമം ഞാനൊരു പള്ളിക്കകത്ത് കയറി ചെയ്തു, അക്സെപ്റ്റ് ചെയ്യോ? പോട്ടെ, ഒരു ഗോപൂജ ഞാൻ വേറൊരു പള്ളിക്കകത്ത് കയറി ചെയ്തു, സമ്മതിക്കും? സമ്മതിക്കാം, സമ്മതിക്കാതിരിക്കാം. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് 3 കാലങ്ങളിലായിട്ട് ക്ഷയം സംഭവിക്കാതെ, ക്ഷത്ര എന്നുള്ള അതിൽ 3 കാലങ്ങളിലും ക്ഷയം സംഭവിക്കാതെ അതങ്ങനെ തന്നെ നിലനിർത്തേണ്ട ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു സ്ഥലം. ക്ഷേത്ര ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആചരിക്കപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്.
അവിടെ ഞാൻ പരിഷ്കൃതനായി എന്ന് പറഞ്ഞിട്ട് ശരി ഇന്ന് തൊട്ട് പാൻറ് ഞാൻ തലയിലിട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഷ്കാരമല്ല, അത് വൈകല്യമാണ്. അപ്പോൾ ഞാനത് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷേ ആ കുളത്തിലാണോ റീൽസ് എടുക്കേണ്ടത്? വേറെ എത്ര കുളമുണ്ട്. അപ്പം ഞാൻ എന്തോ വലുതായിട്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്നത്. പക്ഷെ ഒരു മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. നാളെ ഞാൻ പള്ളി കയറി ഗണപതി ഹോമം ചെയ്യട്ടെ, അപ്പം സമ്മതിക്കോ? അല്ലെങ്കിൽ അതും പോട്ടെ, ഞാൻ ചെയ്യണ്ട. സ്ത്രീകൾ ഇപ്പോൾ ഒരു നിസ്കരിക്കുന്ന സ്ഥലത്ത് ചില സ്ഥലങ്ങൾക്ക് പുരുഷന്മാർ മാത്രമേ പോകാൻ പാടുള്ളൂ. പരിഷ്കാരമായി എന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ ആൾക്കാർ കയറി ചെല്ലുന്നത് ശരിയാവുമോ? ആചാരങ്ങളുടെ ലംഘനമല്ലേ? ആചരിക്കുന്നത് എന്താണോ അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർ ചെയ്താലും നമ്മൾ ചെയ്താലും അതിനങ്ങനെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നു, തെറ്റ് ശരിയെന്നല്ല, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ചെയ്യുന്നതല്ല പരിഷ്കാരം. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചിന്തിച്ച് അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനു മുന്നേ ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇതിനു മുന്നേ അവിടെ കേക്ക് കൊണ്ടുപോയി അവിടെ കട്ട് ചെയ്ത് അവിടെ റീൽസ് ഒക്കെ എടുത്ത് വലിയ ഇഷ്യൂ ആയതാണ്. അപ്പോഴേ പറഞ്ഞതാണ് ഈ ലൈനിനപ്പുറത്ത് റീൽസ് എടുക്കരുതേ പ്ലീസ്. അപ്പോൾ ഈ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ചെയ്യുന്നത് പരിഷ്കാരം. എവിടെ തന്നെയായ അത് പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് വളരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് പരിഷ്കാരം. അത് നന്മയിലേക്കല്ലേ ഉണ്ടാവണ്ടേ? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണോ ചെയ്യാൻ പറയുന്നത്, ഇതുകൊണ്ടാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ഓക്കെ ഫൈൻ എന്ന് അഗ്രി ചെയ്യുന്നതല്ലേ പരിഷ്കാരം. നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരിക്കും അപ്പം അങ്ങനെ ആവാം. ഞാനത് നെഗറ്റീവോ പോസിറ്റീവോ പബ്ലിസിറ്റി ഒന്നും പറയുന്നില്ല. ആചരിക്കപ്പെടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവൻ ആചാര്യൻ. ഒരാചാര്യൻ പറയുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് 30ഓളം വർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ലൈഫിൻ്റെ ഭാഗമായി മാറുന്നു, ഒരു കസ്റ്റമായിട്ട് മാറുന്നു. അതെല്ലാം ഫോളോ ചെയ്ത് വരുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. ഞാൻ ഇന്ന് പരിഷ്കാരം ഇതായി പല്ല് തേക്കുന്നതിന് പകരം ഞാൻ നാളെ മണ്ണെണ്ണയിട്ട് പല്ല് തേക്കും, ആരും ചെയ്യില്ല. പരിഷ്കാരത്തിൻ്റെ പേരിൽ നമ്മൾ മണ്ടത്തരം കാണിക്കരുത്. പരിഷ്കാരമായിട്ടിരിക്കട്ടെ. നിങ്ങൾ പരിഷ്കാരമാണോ റീൽസ് എടുക്കാണ് എടുത്തോളൂ. ട്രെയിനിൽ റീൽസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് പോവും. ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പരിഷ്കാരം എനിക്ക് വന്നു, ഞാൻ ഇപ്പോൾ റീൽസ് എടുക്കുന്നു പറഞ്ഞാൽ റെയിൽ അവിടെ പോയി നിന്നാൽ പല്ല് പോകും. അത്രയും ഈ പറയുന്ന നീ എടുത്തിട്ടില്ലേ ചോദിക്കാം, ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അത് പരിഷ്കാരമല്ല, മണ്ടത്തരമാണ്. അപ്പോൾ ചില മണ്ടത്തരങ്ങൾ, ഇപ്പോൾ എനിക്ക് ഇന്ന് പരിഷ്കാരം വന്നു, ഞാനിപ്പോൾ റെഡ് സിഗ്നലിൽ കട്ട് ചെയ്യും, പോലീസ് പിടിക്കും. അതൊരു ആചാരമാണ്, റൈറ്റ്? എത്രയോ കാലമായിട്ട് റെഡ് സിഗ്നൽ വരുമ്പോൾ ഫോളോ ചെയ്യണം. അതിനെ ബ്രീച്ച് ചെയ്യുന്നതിനെ പരിഷ്കാരം എന്ന് വിളിക്കരുത്. അത് പിന്നെ ആരും അറിയാതെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഈ എന്താണ് നമുക്ക് ഈ വിലക്കപ്പെട്ട കനി നമുക്ക് പ്രിയങ്കരമാവും എന്ന് പറയുന്നത് പോലെ ദൈവം പറഞ്ഞു പ്ലീസ് നീ ഇത് കഴിക്കരുത്, ഉടനെ പോയി കഴിക്കണം. എന്തിനാണ് ഈ പാമ്പ് പറയണ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് പരിഷ്കാരം എന്ന് ആൾക്കാർ തെറ്റ് വിചാരിച്ചിരിക്കുന്നത്. പരിഷ്കാരം എപ്പോഴും അറിവിൻ്റെ വളർച്ചയായിരിക്കണം. ആ വളർച്ചയിലൂടെ നന്മയിലേക്ക് പോകണം. ഒരാൾക്ക് നമ്മൾ ദ്രോഹം ചെയ്തില്ലെങ്കിലും നമുക്ക് നന്മ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ദ്രോഹം ചെയ്യാതിരിക്കണം. ഇതൊക്കെ വെറുതെ ഞാനതൊക്കെ ചെയ്തു കണ്ടോ എന്ന് കാണിക്കാൻ അതൊരു പരിഷ്കാരമായിട്ട് എനിക്ക് തോന്നിയില്ല. ലെറ്റ് ഇറ്റ് ബി. See what people follow. ബുർക്ക ഇടണോ ഇട്ടോളൂ, ഓക്കെ നോ പ്രോബ്ലം. തട്ട വിടണോ ഇട്ടോളൂ, നോ പ്രോബ്ലം. ഞങ്ങൾ ഇങ്ങനെ ആണ്. സോ വാട്ട്? ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ. പക്ഷെ അതിനിടയ്ക്ക് പരിഷ്കാരം എന്ന പേരിൽ മണ്ടത്തരം കാണിക്കാതിരിക്കണം. അതെ, ഈ ഒരു ഇഷ്യൂവിന്റെ രണ്ട് സൈഡും പറയുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി അല്ലേ? ലെറ്റ് ഇറ്റ് ബി. അതായിക്കോട്ടെ. അവിടെ ഒരു ആചാരമുണ്ട്, അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത്. ഉടനെ ഞാൻ പരിഷ്കാരം കാണിക്കുന്നു പറഞ്ഞിട്ട് പോയി ചെയ്യുന്നത്, അതാണ് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നത്. ഇപ്പോൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യരുത്, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, പെഡസ്ട്രിയൻ ക്രോസ് വഴി പോകണം. ഇല്ല എനിക്ക് പരിഷ്കാരം, ഞാൻ നേരെ റെയിൽവേ ട്രാക്കിന് നടുക്ക് കൂടെ വണ്ടി ഒന്നിടിച്ച് ചാവും, അത്രയും. അതൊരു കാരണത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാരണം മനസ്സിലാക്കി ബിഹേവ് ചെയ്യാൻ മാത്രമേ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞു, നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞു. ഈ വിമർശനങ്ങളും ഈ നെഗറ്റീവ് കമന്റ്സുമായുള്ള ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? കഴിഞ്ഞ തവണ കണ്ടപ്പോഴും ഇത് ചോദിച്ചു, അപ്പോഴും പറഞ്ഞത് ഞാൻ ഇപ്പോഴും മാറ്റിയിട്ടില്ല. വിമർശനങ്ങൾ ചെയ്യുന്നവർ എന്നെ മനസ്സിലാക്കാതെ ചെയ്യുന്നവരാണ്. എന്നെ അറിയാവുന്നവർ വിമർശിക്കുകയല്ല, എന്നെ ഉപദേശിക്കുക ചെയ്യുക. അത് ഞാൻ കേൾക്കുകയും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ 2 കൊള്ളൂല എന്നുള്ള കമന്റ് വന്നു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ഞാനത് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കും. അല്ല ഞാനേ എനിക്കറിയില്ല. പക്ഷെ ഞാനപ്പോ ചേട്ടനെ ആലോചിക്കുമ്പോഴാണെങ്കിൽ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് കിട്ടിയിട്ടും ഇതിങ്ങനെ ഹാപ്പി ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുഞ്ഞൊരു കാര്യം ചെയ്യും. കുഞ്ഞ് എന്നെ 2 പ്രാവശ്യം അപ്പൂപ്പാന്ന് വിളിക്കും. എന്താ അപ്പൂപ്പാന്ന് വിളിക്കും? വിളിക്ക് അപ്പൂപ്പ, കിഴവ അങ്ങനെ വിളിക്കണോ? വിളിച്ചോ.
ചേട്ടൻ മറട്ടാണ് ഞാൻ വിളിക്കുന്നത്. ആ കിഴവാ. ആ എൻ്റെ വയസ്സ് 49 തന്നെ ഇപ്പോഴും. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല. എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും പറ്റത്തില്ല. ബിക്കോസ് ആ പറയുന്നതിൽ സത്യതയില്ല, ഒരു വസ്തുതയില്ല. എനിക്ക് 49 വയസ്സാണ്. എന്നെ കിളവാന്ന് വിളിക്കുന്ന ആൾക്കാർ ഫ്രസ്ട്രേഷൻ കൊണ്ട് വിളിക്കുന്ന ആളാണ്. ഞാൻ കളറ് തലയിൽ തേച്ചിട്ട് ഞാൻ കൊച്ചു പയ്യനാന്ന് കള്ളം പറയുന്നില്ല. എൻ്റെ പ്രായം 49 വയസ്സാണ്. ഞാൻ കൂട്ടുന്നില്ല, കുറയ്ക്കുന്നില്ല. കുഞ്ഞ് അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ആവത്തില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ സ്നേഹത്തോടെയാണ് വിളിച്ചത്. അതേമാ ഇല്ല, ദേഷ്യപ്പെട്ട് വിളിച്ചാലും വ്യത്യാസം. ദേഷ്യപ്പെട്ട് വിളിച്ചോ, മാറുന്നുണ്ടോ? എൻ്റെ ഏജ് മാറുമോ? മാറത്തൊന്നുമില്ലാന്ന്. ഇതൊക്കെ ചുമ്മാ. പക്ഷെ ഈ ഒരു മനോനിലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് കിട്ടുന്നത്? എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ട്. കുഞ്ഞുമോൾക്ക് എനിക്ക് എങ്ങനെ ഉണ്ടെങ്കിലും എന്നെ ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് ഞാൻ അപ്പയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നവുമില്ല. എൻ്റെ ചേച്ചിക്കോ അനിയത്തിക്കോ ആർക്കും പ്രശ്നമില്ല. പിന്നെ ഞാൻ ആരെ നോക്കണം? എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്നെ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു ഫംഗ്ഷൻ വന്നപ്പം അദ്ദേഹം പറയുകയും ചെയ്തു, ഈ 50 വയസ്സ് പോലും ആയിട്ടില്ല, ഞങ്ങളുടെ കൂടെ പഠിച്ചവനാ, ഇവൻ എന്തിനാ എല്ലാവരും കൂടി ഇങ്ങനെ പറയണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല. സത്യമല്ലേ? അത് മതി, എനിക്കത്ര മതി. ഐ എം സോ ഹാപ്പി വിത്ത് ദ ലവ് ഐ ഗെറ്റ് ഫ്രം മൈ പീപ്പിൾ. ഇപ്പോൾ ഗുരുവായൂർ ചെന്ന സമയത്തും എല്ലാവരും ഓടി വന്നിട്ട് മുത്തശ്ശന് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുകയും, കൊടുങ്ങല്ലൂരുള്ള ഒരു ലേഡി വന്നിട്ട് എനിക്ക് ജീവിതം കിട്ടിയത് നിങ്ങളുടെ ജീവിതം എൻ്റെ മകൻ കണ്ടതുകൊണ്ടാണെന്ന് പറയുകയും, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളൊന്ന് കാണണം എന്നുണ്ടായിരുന്നു, ആ കാണാൻ പറ്റിയല്ലോ, സന്തോഷം എന്ന് പറയുന്നത്. ഇതെല്ലാം ആർക്ക് കിട്ടാനാണ്? ഇത്രയും നല്ലത് കിട്ടുമ്പോൾ 1-2 ആൾക്കാർ മറ്റേ എത്ര നല്ല ലൈഫ് പോയിട്ട് കഴുകിയാലും 2 കൃമികൾ ബാക്കി ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. 99.9% ബാക്കി ആ കീടാണു ഉണ്ടാവും. അതൊരു രോഗമാണ്, അത് മാറാൻ പോകുന്നില്ല. എങ്ങനെയുണ്ട് കുഞ്ഞുമോൾ? സുഖം, സൂപ്പർ. കുഞ്ഞുമോൾ എങ്ങനെയുണ്ട്? എൻ്റെ കുഞ്ഞുമോള് പറയാന്നുണ്ടെങ്കിൽ ഇന്ന് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമോളുടെ ബർത്ത്ഡേ സർപ്രൈസ് എല്ലാം ഗംഭീരായി. കുഞ്ഞുമോൾക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ടിൻ്റെ അവിടെ ബാർജൻ ചെയ്ത് കേക്കൊക്കെ കൊണ്ടുപോയി ഇറങ്ങി ഒരു സർപ്രൈസ് ഒക്കെ ആയി. പിന്നെ കുഞ്ഞുമോളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ സന്തോഷം. ഇപ്പോൾ കുഞ്ഞുമോൾ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ശ്രീലങ്കയിൽ പോവുകയാണ്. ഞങ്ങൾ എൻ്റെ ഒരു കോൺഫറൻസിന് പോവുകയാണ്. അപ്പോൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ മക്കളും കുഞ്ഞുമോളൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. ഞങ്ങൾ ചെറിയ ട്രിപ്പും സദ്യയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് ഈ നിമിഷമാണ് സത്യം. ഈ നിമിഷം ഞാൻ ഹാപ്പിയാണോ, അടുത്ത നിമിഷം ആലോചിക്കുമ്പോൾ എനിക്ക് ഐ വാസ് ഹാപ്പി ദ ലാസ്റ്റ് മിനിറ്റ്, അതിൻ്റെ അടുത്ത മിനിറ്റ് പോകുമ്പോൾ ഐ വാസ് ഹാപ്പി ഫോർ ദ ലാസ്റ്റ് 2 minutes ഇല്ലേ? ഇങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഫിലോസഫിന്നൊന്നുമില്ല, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. എനിക്ക് എൻ്റെ കുഞ്ഞുമോളുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. ഹാപ്പി. അതാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ, രേണു സുധി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ അറിയോ? അപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചതാണ്, അവരൊരു വിധവയാണ്. അപ്പൊ അവര് സംസാരിക്കുമ്പോൾ ആളുകൾ മുഴുവൻ പറയുന്നു അവരൊരു വിധവാ കാർഡ് ഇറക്കുകയാണ്. വൈൽഡ് കാർഡ് മാറിയോ ഇപ്പോ? വിധവാ കാർഡ് ഇറക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരുപാട് ആളുകൾ അവർക്ക് എതിരെ ഭയങ്കര നെഗറ്റീവ്സ് പറയുന്നു. അവരവരുടെ ഭർത്താവിന്റെ ഐഡന്റിറ്റി വെച്ച് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവിനെ വിറ്റ് ജീവിക്കുകയാണെന്ന്. പക്ഷെ വേറൊരു വിഭാഗം ആളുകൾ പറയുന്നു അവർ അത്രയും സ്ട്രോങ് ലേഡിയാണ്, ഭർത്താവ് മരിച്ചിട്ടും. എനിക്ക് എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാർ എല്ലാവരെയും ഞാൻ കുഞ്ഞെന്ന് വിളിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ഞാൻ അങ്ങനെ വാത്സല്യത്തോട് കാണുന്നതാണ്. എൻ്റെ മോളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ ചീത്തയായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, എനിക്കതിൽ പ്രശ്നമില്ല. അതേപോലെ രേണു സുധിക്ക് എന്താണോ മനസ്സിലുള്ളത് പുള്ളിക്കാരുടെ രീതിയിൽ ശരിയായിരിക്കാം. അത് ഞാൻ ആരാണ് കമൻറ്റ് ചെയ്യാൻ? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചീത്ത കിളവൻ, എന്തിൻ്റെ അസുഖമാണ് ഇതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ചിരിക്കാൻ വരല്ലേ, ഈ മനുഷ്യർക്കെല്ലാം എവിടെ നിന്ന് കിട്ടുന്ന ഐഡിയ? ഇവരൊക്കെ സിനിമ എഴുതി കഴിഞ്ഞാൽ ഗംഭീര കഥയാവും. കാരണം അമ്മാതിരി കഥ എഴുതാൻ ഞങ്ങളെ പറ്റി. അതൊക്കെ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ വായിച്ചിട്ട് ചിരിക്കാറുണ്ടോ? പിന്നെ ഞങ്ങളുടെ ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് ഇമ്മാതിരി എഴുതുന്ന കുറെ പൊട്ടത്തരമാണ്. കാരണം ഇവര് ഈ ഫേക്ക് ഐഡിയ ആണെന്നുള്ളത് കണ്ടറിയാം. കാരണം ഒരു പോസ്റ്റും ഇല്ലാത്ത ആൾക്കാരാണ് ഈ കമന്റ് ചെയ്യുന്നത്. പൈസ വാങ്ങിച്ചിട്ടാണെന്ന് നന്നായിട്ട് അറിയാം. കാരണം അക്ഷരം കൂട്ടി എഴുതാൻ പോലും അറിയാത്ത ആൾക്കാരാണ്. നേരെ പോയി മലയാളം പഠിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് റെസ്പെക്ട് എങ്കിലും തോന്നും. ഇത് അതുപോലും ഇല്ലാതെ ഇംഗ്ലീഷും അറിയില്ല, മലയാളവും അറിയില്ല. പക്ഷെ ചേട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം അല്ല, സോറി, ഒരു വർഷം ഒക്ടോബർ 30. ഓക്കെ, അഡ്വാൻസ്
താങ്ക് യു. ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി. ആനിവേഴ്സറി. അതെ. അപ്പോ ഒരു വർഷം ആവാൻ പോകുന്നു. പക്ഷെ ഇത്രയും കാലമായിട്ട് ആ നെഗറ്റീവ് കമന്റ്സിന് ഒരു പഞ്ഞവുമില്ല. ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ നിങ്ങൾ അടിപൊളിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളിയാ, നന്നായിട്ട്. അതെ, നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ്. എന്തിനാണ് അപ്പൊ ഇവര് ആൾക്കാര് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുമോള് കാണാൻ കൊള്ളാം, കിട്ടാത്തവർക്ക് കിട്ടാത്ത മുന്തിരി പൊളിക്കും. അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവർക്ക് ഭർത്താവിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാവാം, കിട്ടാത്ത മുന്തിരി പൊളിക്കും. അങ്ങനെ പുളിക്കുന്ന കുറേ മുന്തിരി തിന്നിട്ടുള്ള ആൾക്കാരുടെ ആ കയ്പും ചവർപ്പും എല്ലാം അവർ കാണിച്ചോട്ടെ. ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ആസ് ലോങ് ആസ് കുഞ്ഞുമോക്ക് എൻ്റെ അടുത്ത് പ്രോബ്ലം ഇല്ല, എനിക്ക് കുഞ്ഞുമോളുടെ അടുത്ത് പ്രോബ്ലം ഇല്ല, എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്ത് പ്രോബ്ലം ഇല്ല, എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് പ്രോബ്ലം ഇല്ല, വി ആർ ഹാപ്പി. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നല്ലോ, ഇത് അവർക്ക് വികലമായ ചിന്തയിൽ നിന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാലാൾക്കാരുടെ മുന്നിൽ എന്തോ ആളാവാൻ വേണ്ടിയിട്ടോ ഞാൻ എല്ലാ ആൾക്കാർക്കും ഈ കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർക്കെല്ലാം കുഞ്ഞുമോൾ അങ്ങനെ പറയുമ്പം അവർക്ക് ഞാൻ നമ്പർ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ, എന്നെ വിളിച്ച് സംസാരിക്കൂ, ഞാൻ ആരാണെന്ന് നിങ്ങൾ സംസാരിച്ച് നമുക്ക് ഇതാക്കാം. നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ, അവർ വിളിച്ച് സംസാരിക്കണ്ടേ. കമന്റ് ഇടാൻ മാത്രമേ അറിയുള്ളൂ. കമൻറ്റും അവർക്ക് ഞങ്ങളെ തളർത്തുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് സ്ട്രെങ്ത് തരുന്നു എന്നുള്ളവർ അറിയുന്നില്ല. അവർ ഓരോ കമൻറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾ ചിരിച്ച് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അവരത് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. കാരണം ഞങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനം ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തരിക ചെയ്യുന്നത്. ജസ്റ്റ് ഡോണ്ട് ബോദർ. ചേട്ടാ, സിനിമ വരാൻ പോകുന്നു, അടിപൊളിയായിട്ട്. നന്നായിട്ട്. എന്ത് അടിപൊളി എന്നുള്ള വാക്കിന് പ്രശ്നം? അടിപൊളി, അടിപൊളി. ഫൗണ്ടേഷൻ ഇല്ലാണ്ടാവുക, അത് വേണോ? വേണ്ട. ഇനി ആ വാക്ക് ഞാൻ ഡിക്ഷണറി നിരോധിച്ചിരിക്കും. ശരി. ഭയങ്കരം, അതും നിരോധിച്ചു. കൊലമാസ്, മരണമാസ് വേണ്ട അല്ലേ? അതൊക്കെ ചീത്തയല്ലേ? ഓക്കെ, വളരെ മനോഹരമായി വളരെ മനോഹരമായി. നമുക്ക് നല്ലത് പറയാൻ എന്ത് ഡിഫിക്കൽട്ടാ അല്ലേ? അതെയല്ലേ? ചീത്ത പറയാൻ എന്ത് എളുപ്പമാ. ചെത്ത് മാസ കൊലമാസൊക്കെ പറഞ്ഞു നോക്കി. അല്ല, ചെത്ത് മാസ കൊലമാസം എന്നൊക്കെ പറഞ്ഞു നോക്കി, എളുപ്പമല്ലേ? അടിപൊളി, അല്ല പറയാൻ എളുപ്പമല്ലേ? ഇടിവെട്ടത് ഞാൻ പറയാറ്. അല്ല, ഇതാണ് ഈ നെഗറ്റീവ് കമന്റ്സിന്റെ എളുപ്പമാണ് എഴുതാൻ. ഒരാളെ കുറിച്ച് നല്ലത് എഴുതാൻ, നിങ്ങളുടെ ഈ ഫോട്ടോ നന്നായിട്ടുണ്ട്, കാണാൻ കൊള്ളാം എന്ന് ധൈര്യമായിട്ട് എഴുതാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അത് പാടാണ്. ചീത്ത പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഉണ്ടാ ഭയങ്കരം വരുന്നതാ. ചീത്ത പറയാൻ എളുപ്പമായതുകൊണ്ടാണ് ആൾക്കാർ ചീത്ത പറയുന്നത്. ഇപ്പൊ 3-ാം നൊമ്പരം തിയേറ്ററിലേക്ക് എത്തുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. പക്ഷെ അവസാനമായി എനിക്ക് ഒരു കാര്യം, ഒരു റിക്വസ്റ്റ് ആണ്. എനിക്ക് ആ പരസ്യങ്ങളിൽ കേട്ട ആ ശബ്ദം ഒരൊറ്റ ഒന്ന് കേൾക്കണമെന്നുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് എല്ലാവർക്കും അറിയാവുന്ന മലബാർ ഗോൾഡ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അല്ലെങ്കിൽ പ്രോബബ്ലി നിങ്ങൾ കേൾക്കുന്ന യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് FM 94.3. ടൺ കണക്കിന് ഫൺ. അങ്ങനെ 27,000 കമേഴ്ഷ്യൽസ്. അത് ഞാൻ ഏതെന്ന് പറഞ്ഞിട്ട് പറയാം, എല്ലാം ഉണ്ട്. ഐ എൻജോയ് ഈച്ച് ആൻഡ് എവറി വോയിസ് ഓവർ ഐ ഡു. നിങ്ങളുടെ എനിക്ക് തോന്നി സ്ത്രീകൾക്കൊക്കെ ഈ ശബ്ദത്തിനോട് ഭയങ്കര പ്രേമാണ്. അതായിരിക്കാം ഈ കമന്റ് ഇടുന്നത് അല്ലേ? അതെങ്ങനെ ഒരു ആരാധന തോന്നി. അത് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ്, ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാറുള്ളത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിക്കാനും തയ്യാറാണ്, ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് മുന്നോട്ട് വന്ന് അത് പഠിച്ച് അവരത് യൂസ് ചെയ്യട്ടെ, നല്ലതല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സിനിമ. മതത്തിനെ കുറിച്ചും ചെയ്യേണ്ട ഒരുപാട് ചിന്തകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊള്ളട്ടെ, കല്ലെറിയുന്നവർ വീണ്ടും കല്ലെറിയട്ടെ. Yes. Thank you, Chris. Thank you very much.